ജനങ്ങളിൽ ഒരാളായി, ജനങ്ങൾക്കായി, ജനങ്ങളുടെ തുറന്ന കണ്ണാടിയായി, ജനങ്ങളുടെ ശബ്ദമായി ഞങ്ങൾ മാറുകയാണ്. നേരറിയാൻ നേരിനൊപ്പം നേരോടെ, ഓരോ വാർത്തയും ചൂടോടെ നിശബ്ദമാക്കുവാൻ നോക്കുന്ന ജനഹൃദയങ്ങളുടെ ശബ്ദമായി നീണ്ട 18 വർഷം. നീതിക്ക് വേണ്ടി നിങ്ങളിൽ ഒരാളായി എന്നും നിങ്ങൾക്കൊപ്പം. കയ്യാമം വെച്ച യുവജനങ്ങളുടെ പാപത്തിന്റെ പാരതന്ത്ര്യത്തിൽ നിന്നും ജീവ വെളിച്ചമാകുന്ന സ്വാതന്ത്ര്യത്തിലേക്കും, നിരാശയറ്റവർക്ക് പ്രത്യാശയുടെ ജീവശ്വാസമാകുവാനും, ഒറ്റപ്പെട്ട നിലാരംബരുടെ കണ്ണുനീർ ഒപ്പുവാനുമുള്ള തൂവൽ സ്പർശമാകുവാനും ഞങ്ങൾ എപ്പോഴും ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും. അടിച്ചമർത്തുവാൻ നോക്കും തോറും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ശബ്ദമാകുവാൻ കഴിയുന്നത് ആത്മാവിനാലും കൽപ്പലകയിലുമല്ല, മറിച്ച് ഇരുമ്പാണിയേക്കാൾ തുളച്ചു കയറുന്ന ദൈവാത്മാവിലത്രേ ഞങ്ങൾ ഇവിടെ ശബ്ദിക്കുന്നത്. നേരറിയാൻ നിർഭയം, നിരന്തരം, നിർവ്യാജം. ഞാൻ ഷീബ. ഇന്നത്തെ പ്രധാന തലക്കെട്ടിലേക്ക്. ജെപിയുടെ 18ാമത് വാർഷികം. ഇപ്പോൾ കിട്ടിയ വാർത്ത: ഒരു സ്ത്രീയെ പരസ്യമായ വാക്കുകളാൽ പീഡിപ്പിച്ചിരിക്കുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഈ വിഷയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി ഇപ്പോൾ ലൈനിലുണ്ട്. സ്മിത, കേൾക്കുന്നുണ്ടോ? അതെ ശിവ, പറഞ്ഞോളൂ. കേൾക്കുവാനായി സാധിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ? എനിക്ക് തോന്നുന്നു ഈ സംഭവം എല്ലാ പ്രമുഖ ചാനലുകളിലും കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രതിനിധിയായി ഏറ്റവും ആദ്യം പ്രതികരിച്ച വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? ശിവ, അതെ, വളരെയധികം പ്രതികരിക്കേണ്ടതും അതിനുപരി തടയപ്പെടേണ്ടതുമാകുന്ന വിഷയമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമായല്ല നടക്കുന്നത്. പുരുഷ മേധാവിത്വത്തിന്റെയും അഹന്തയുടെയും പണത്തിന്റെ സ്വാധീനത്തിന്റെയും തുടർചലനങ്ങളാവുന്നത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ പരാജയമായി കാണാം. എഫ്രൈം നാട്ടിലെ എൽക്കാന എന്ന പേരുള്ള പുരുഷന്റെ 2 ഭാര്യമാരിൽ ഒരുവളായ സ്ത്രീയാണ് ഇന്ന് പീഡിപ്പിക്കപ്പെട്ടത്. താൻ പതിവ് പോലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് ഇന്ന് രാവിലെ കൃത്യം 7:30 തന്നെ ചെല്ലുകയുണ്ടായി. അപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ടത്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പീഡനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശിവ, ഞാനൊന്ന് ഇടപെടട്ടെ? പറഞ്ഞോളൂ ശിവ. എന്ത് പീഡനമാണ് ആ സ്ത്രീയെ പുരോഹിതൻ ഏൽപ്പിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞോ? നിങ്ങൾ വ്യക്തമാക്കാമോ? നമ്മുടെ സംസ്കാരത്തിനും നീതിബോധത്തിനും പറയുവാൻ സാധിക്കാത്തതാകുന്ന വാക്കുകളാണ് പറഞ്ഞതെന്നാണ് നാം കേട്ടത്. അത് എന്ത് തന്നെയാണെങ്കിലും നിഷ്ഠൂരവും ഏറ്റവും അതിക്രമവുമാകുന്ന പ്രഹരശേഷിയുള്ള പീഡന വാക്കുകൾ മാനുഷിക ധർമ്മത്തിനും സമൂഹത്തിന്റെ നിലനിൽപ്പിനും തന്നെ ആപത്താണ്. സ്മിത, എന്തെങ്കിലും പ്രതികരണം നിങ്ങൾക്ക് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ അല്ല മഹിളാ സമാജത്തിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? ശിവ, യാതൊരു തരത്തിലും ഒരു പ്രതികരണവും ഇതുവരെ നമുക്ക്